കേരള സഭ വരുന്ന 3 വർഷങ്ങളിൽ നവീകരണ കാലഘട്ടമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നവീകരണ യാത്രയിൽ വിശുദ്ധ കുർബാന, യുവത്വം, സുവിശേഷവൽക്കരണം എന്നിങ്ങനെ 3 പ്രമേയങ്ങളാണ് 3 വർഷങ്ങളിലായി വിചിന്തനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. സഭാ നവീകരണത്തിന്റെ ആദ്യവർഷമായ 2023 വിശുദ്ധ കുർബാനയുടെ അർത്ഥവത്തായ അർപ്പണത്തിനും അതിന് സഹായകമായ സജീവ പങ്കാളിത്തത്തിനും പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും പ്രസക്തിയും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷൻ എന്ന പേരിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദൈവാലയങ്ങൾ അടച്ചിടുകയുണ്ടായി. എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരവധി വീഴ്ചകളും വിശ്വാസക്കുറവും മന്ദതയും നിഷ്ക്രിയത്വവും സംഭവിച്ചു. അതെല്ലാം പരിഹരിച്ച് ഓരോ ഇടവകയിലും തീക്ഷ്ണതയുള്ള ഒരു ആരാധനാ സമൂഹം പണിതുയർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നും ഉടലെടുത്തതാണ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷൻ. പാലാ രൂപത ബുള്ളറ്റിൻ സാന്ത്വന പ്രകാശത്തിൽ എഴുതിയ ഇടയലേഖനത്തിലൂടെ മാർ കല്ലറങ്ങാട്ട് ഇത് സംബന്ധിച്ച ആഹ്വാനം നൽകിക്കഴിഞ്ഞു. വിശുദ്ധ കുർബാനയുടെ പ്രസക്തിയും പ്രാധാന്യവും ഓർമ്മപ്പെടുത്താനും ആഴപ്പെടുത്താനും 2023 സെപ്റ്റംബർ 18 മുതൽ 22 വരെയുള്ള തീയതികളിലാണ് ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷൻ സംഘടിപ്പിക്കുന്നത്. പ്രസ്തുത ദിവസങ്ങളിൽ രൂപതയിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും ആൽമായരും ഉൾപ്പെടെയുള്ള 40 അംഗങ്ങൾ രൂപതയിലെ എല്ലാ ദൈവാലയങ്ങളിലും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കോൺഫറൻസ് നടത്തുകയാണ് പ്രാഥമിക പദ്ധതി. തുടർന്ന് രൂപതയിലെ ദിവ്യകാരുണ്യ വർഷം ആരംഭിക്കുന്ന ഡിസംബർ മുതലുള്ള ഒരു വർഷക്കാലം രൂപതയിലെ 171 ഇടവകകളും 24 മണിക്കൂറും തുറന്നിടുകയും മുഴുവൻ സമയവും പ്രാർത്ഥനയും ആരാധനയും നടത്തും. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പ്രസ്തുത പദ്ധതി ഓരോ ഇടവകയുടെയും മുന്നിൽ വയ്ക്കുന്ന നിർദ്ദേശവും വെല്ലുവിളിയുമായാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇടയലേഖനത്തിൽ അവതരിപ്പിച്ചത്. 5 ദിവസം കൊണ്ട് രൂപത മുഴുവനിലും ദിവ്യകാരുണ്യ പ്രഘോഷണം നടത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് മാർ കല്ലറങ്ങാട്ട് ഗ്രാൻഡ് മിഷനിലൂടെ നമ്മുടെ രൂപതയിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വിശ്വാസികളിലും കർത്താവിനെക്കുറിച്ചുള്ള നവമായ ഉണർവും ഉന്മേഷവും ഉണ്ടാകണം. അന്ത്യോക്യയിലെ വിശുദ്ധനായ ഇഗ്നേഷ്യസ് പറഞ്ഞു, ഞങ്ങൾ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ നിലയ്ക്കാത്ത ജാഗ്രതയിലാണ് ജീവിക്കുന്നത്. ഞായറാഴ്ച കുർബാന കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ല. ഇതാണ് അടിസ്ഥാനപരമായ നിലപാട്, പ്രബോധനം. നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും പരിശുദ്ധ കുർബാനയുടെ ഒരു വലിയ ശക്തി കൊണ്ടാണ്. ഈ ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷനിലൂടെ ഒന്നിൽ എല്ലാവരെയും കൊണ്ടുവരികയാണ്, ഈശോയിൽ എല്ലാവരെയും കൊണ്ടുവരികയാണ്, പരിശുദ്ധ കുർബാനയിൽ എല്ലാവരെയും കൊണ്ടുവരികയാണ്. ലിറ്റർജിയാണ്, കുർബാനയാണ് നമ്മുടെ സഭാ ജീവിതത്തിൻ്റെ അത്യുത്കൃഷ്ടമായ പ്രവൃത്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. 5 ദിവസത്തെ ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷൻ വഴി പിതാവ് പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളിലേക്ക് അനന്തമായ ദൈവകൃപയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒരു പ്രവാഹമാണെന്ന് പ്രോട്ടോസ് ഏഞ്ചലസ് ഫാദർ ജോസഫ് തടത്തിൽ ഷിക്കന ന്യൂസിനോട് പറഞ്ഞു. പിതാവ് നൽകിയ നിർദ്ദേശവും വെല്ലുവിളിയുമായ പദ്ധതിയോട് ഏറെ സ്വാഗത മനോഭാവത്തോടെയാണ് രൂപതയിലെ വൈദികർ പ്രതികരിച്ചതെന്നും അതിനുള്ള ഒരുക്കങ്ങൾ വിവിധ ഇടവകകളിൽ പുരോഗമിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഫാദർ ജോസഫ് തടത്തിൽ വെളിപ്പെടുത്തി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ദേവാലയത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നുവെങ്കിൽ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാനും ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും ദീവികാരുണ്യത്തോടുള്ള വലിയ ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ദീവികാരുണ്യ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ വിശ്വാസികളേവരെയും പ്രചോദിപ്പിക്കുവാൻ സാധിച്ചാൽ അത് തന്നെ സഭയുടെ ഏറ്റവും വലിയ നവീകരണമാണ് എന്ന് അഭിയുന്ന പിതാവ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇടവകകളെയും സംഘടനകളെയും ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ലഭിക്കുന്നത് പ്രിയപ്പെട്ട വികാരിച്ചന്മാരുടെ വലിയൊരു പ്രതികരണത്തിൽ നിന്നാണ്. പല വികാരിച്ചന്മാരും ഇത് വലിയ ഒരു സന്തോഷ വാർത്തയായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനോടകം തന്നെ ദേവാലയങ്ങൾ പൂർണ്ണമായി തുറന്നിട്ട് നിരന്തരമായ പ്രാർത്ഥന അവിടെ ഉളവാക്കുവാൻ പര്യാപ്തമായ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ഇതേ ആവേശം ഞാൻ വിചാരിക്കുന്നു ഈ രൂപത മാത്രമല്ല മറ്റ് രൂപതകളിലെ ഇടവകളിലുമൊക്കെ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്ന്.
കല്ലറങ്ങാട്ട് പിതാവ് മുന്നോട്ട് വെച്ച ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പ്രതീക്ഷകളും രൂപതയിലെ വൈദികരും സന്യസ്തരും ആൽമായരും ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. പാലാരൂപതയിലെ ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷന്റെ ആലോചന യോഗത്തിലാണ് ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് ഈശോ ആരാധിക്കുന്ന കുട്ടി നമ്മളിവിടെ ചേർന്ന് നിൽക്കുക. ഈശോ നമ്മളെ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുകയാണ്. ഇനി ആരാധനയുടെ ശൈലി എന്നതാണ്. ആരാധന നമ്മൾ ആരാധിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും? ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന വാക്കുകൾ പറയും, കർത്താവിനെ സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ, പിന്നെ ചില ജസ്റ്റേഴ്സ് ഉണ്ട്, കൂട്ടുകൂത്തലോ ഒക്കെ, ചില അനുഷ്ഠാനങ്ങളുണ്ട്, ധൂപവും അങ്ങനെയൊക്കെ. അതുകൊണ്ട് അനുഷ്ഠാനപരമായി നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തും. പാലായില് കുരിശുപള്ളിയോട് ബന്ധപ്പെട്ട് നിത്യ ആരാധന പകൽ മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം പാലായിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പുത്തമ്പള്ളിയിലും ആളുകൾ രാത്രിയും പകലുമായിട്ട് വന്ന് ആരാധിച്ച് കുടുംബമായിട്ട് വരുന്നുണ്ട്. രാത്രി പല സമയത്തായിട്ട് 10 മണി വരെ വരുന്നവരുണ്ട്, 10 തൊട്ട് രാവിലെ 5 മണി വരെ വരുന്നവരുണ്ട്. അങ്ങനെ പല ഷിഫ്റ്റായിട്ട് വന്ന് ആരാധന നയിക്കുന്നവരുണ്ട്. അതുപോലെ 30 കുടുംബങ്ങൾക്കായിട്ട് 30 ദിവസം കൊടുത്തിട്ടുണ്ട്. ആ കുടുംബങ്ങൾ മാറി 30 ദിവസം ആരാധനയ്ക്കായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കണം, എന്തുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുന്നു. വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്കുണ്ട്. ഈശോയുടെ സാന്നിധ്യം ഏറ്റവും അനുഭവവേദ്യമായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. നമുക്കറിയാം, ദൈവസാന്നിധ്യമേ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ ഓർക്കും. ഓരോ വസ്തുക്കളിലുമുണ്ട്. നമ്മൾ കർത്താവിനെ ഓർക്കും. നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ അവരിലുണ്ട് ദൈവഛായയാണ്. നമ്മൾ കർത്താവിനെ ഓർക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത് എൻ്റെ ശരീരമാണ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ആ ശരീരത്തിൽ കർത്താവിൻ്റെ പൂർണ്ണ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് വാസ്തവത്തിൽ പള്ളിയിലാണ് ചെലവഴിക്കുന്നത്. പള്ളി നമുക്കറിയാം ഈശോയെയാണ് സൂചിപ്പിക്കുന്നത്. പള്ളി പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. പള്ളി തിരുസഭയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പള്ളിയിലായിരിക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേകമായ ഒരു അനുഭവമുണ്ട്. കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് 3 കാര്യങ്ങളിലാണ്: ദൈവവചനം, കൂദാശകൾ, പാരമ്പര്യം. കൂദാശകളുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് കുർബാന കേന്ദ്രീകൃതമായ ഒരു സമൂഹം ആണ് കത്തോലിക്ക സമൂഹം എന്ന് പറയുന്നത്. കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിത ദർശനമാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. കുർബാന സുവിശേഷത്തിൻ്റെ സാരവത്തായ ഒരു ചിന്തയാണ്. അതായത് സുവിശേഷം സ്നേഹത്തിൻ്റെ സന്ദേശവും അതിൻ്റെ വ്യാഖ്യാനവുമാണ്. കുർബാനയും അങ്ങനെ തന്നെയാണ്. സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല എന്ന് ജീവിതകാലത്ത് പഠിപ്പിച്ച ഈശോ ജീവിതാവസാനം കാൽവരിയിലെ ബലിയർപ്പണത്തിലൂടെ അത് മനുഷ്യന് അനുഭവവേദ്യമാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് നവീകരണവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടായിരിക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 2-2.5 വർഷക്കാലം നമ്മുടെ ദേവാലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയും പ്രാർത്ഥനയുടെ സ്വരം ദൈവസന്നിധിയിലേക്ക് ദേവാലയത്തിൽ നിന്ന് ഉയരാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇനി നമ്മുടെ ദേവാലയങ്ങൾ അടയാത്ത ഒരു സാഹചര്യങ്ങൾ നമുക്ക് സാധ്യമാകുമെങ്കിൽ സൃഷ്ടിച്ചുകൂടെ എന്ന് പിതാവ് ചോദിക്കുന്നുണ്ട്. പിതാവ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഒരു ഇടവകയിൽ ഒരു ദിവസം ദൈവസന്നിധിയിലിരിക്കാൻ ഒരു കുടുംബം തയ്യാറായാൽ അങ്ങനെ 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 30 കുടുംബങ്ങൾ കൊണ്ട് ആ ഒരു മാസം മുഴുവൻ ദൈവസന്നിധിയിലിരിക്കാനും ദൈവസന്നിധിയിൽ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ, ആരാധന നടത്താൻ, അങ്ങനെ ദേവാലയം മുഴുവൻ ദൈവ കൃപയുടെ വലിയ നിറവിൻ്റെ ഒരു സാന്നിധ്യമാക്കി മാറ്റാനും കഴിയുകയില്ലേ എന്നുള്ളൊരു വെല്ലുവിളി പിതാവ് ഉയർത്തിയിരിക്കുകയാണ്. അഭിമന്യ പിതാവ് നൽകിയ നിർദ്ദേശമനുസരിച്ച് വൈദികരോടും സിസ്റ്റേഴ്സിനോടും അതോടൊപ്പം തന്നെ അൽമായരോടുമൊപ്പമുള്ള ഇടവകകൾ വഴിയുള്ള യൂക്കറിസ്റ്റിക് മിഷൻ
ഞങ്ങൾ തയ്യാറായി. പ്രത്യേകിച്ച് അൽമായരായ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന കളറങ്ങാട്ട് പിതാവിൻ്റെ ആ സ്നേഹത്തിന്, ആ കരുതലിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഓഗസ്റ്റ് 15 തുടങ്ങി പാല സെൻറ്റ് ജോർജ് ലാളം പുത്തമ്പള്ളിയിൽ 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, ജപമാല അനുഷ്ഠിക്കാൻ ഇത് തുറക്കപ്പെടുകയും ചെയ്തു. രൂപതയിൽ 171 ഇടവകകളുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ ഇടവകകളിലും കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ദൈവാരാധന സ്തുതികൾ ഉയർത്താൻ, അത് രൂപപ്പെടുത്താനുള്ള ആ പ്രഥമ ചുമതലയാണ് ഞങ്ങൾക്ക് സർവീസ് ടീമിനുള്ളത്. ഇത് ഒരു നല്ല തുടക്കമാണ്, നല്ല ഒരു നിമിത്തമാണ്. ഞങ്ങളതിനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോ കൂട്ടായ്മകളിലും ഇത് പറഞ്ഞ് ശക്തിപ്പെടുത്തി ഇപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭാ നവീകരണത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ എല്ലാ രൂപതയിലും ആരംഭിക്കണം എന്ന അഭിപ്രായമാണ് പാലാ രൂപത അംഗങ്ങളിൽ നിന്നും വ്യാപകമായി ലഭിക്കുന്നത്. ഷെഗിന ന്യൂസ്, കോട്ടയം.